ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് ക്യുസീൻസ്. ഇന്നത്തെ റെസിപ്പി മത്ത കൊണ്ടുള്ളൊരു അടയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരകിയത്, ശർക്കരപ്പാനി, ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച അവിൽ, പിന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ച മത്ത. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചിരകിയ തേങ്ങ 2 കപ്പ് അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അവലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ പഴം ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഈ സമയത്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യണം. ആദ്യം ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ നല്ല ജീരകം പൊടിച്ചത് അതും ഒരു 1/2 ടീസ്പൂൺ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഇനി വേവിച്ച് വെച്ച മത്ത നന്നായി ഉടച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ആവശ്യത്തിനായി കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മാവ് കുറച്ചെടുത്ത് ഒരു ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മുടെ കയ്യിലൊട്ട് പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നല്ല തിൻ ലെയറായി പരത്തിയെടുത്താലേ അട നമുക്ക് നന്നായി കിട്ടും. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് അടയുടെ ഹാഫ് പോർഷനിലായി വച്ച് കൊടുക്കാം. അത് അടയുടെ ഹാഫ് പോർഷനിലായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള അടകളും ഫില്ലിങ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അടകളെല്ലാം വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. മത്തയും ഫില്ലിങ്സ് എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്, അതുകൊണ്ട് അധികം കുക്കിംഗ് ടൈമൊന്നും വരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അട നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.